ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഡേ 5 എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പേടിയെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാവർക്കും ഉള്ളിൽ ഒരു പേടിയുണ്ട്. വെറും പേടിയല്ല അത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിലെ പല ഡിസിഷൻസും എടുക്കാൻ തന്നെ നമ്മൾ പേടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, കാരണം ഭാവി എന്താവും, അല്ലെങ്കിൽ നാളത്തേക്ക് ഇനി എന്ത് സംഭവിക്കാം എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ തന്നെ എൻ്റെ ലൈഫിൽ തന്നെ എനിക്കിപ്പോൾ ഞാൻ കടന്നു പോകുന്നത് അത്യാവശ്യം പേടിയിലൂടെയാണ്. കാരണം ഇനി നമ്മുടെ ഭാവി എന്താണ്. ഞാനിപ്പോൾ ഒരു ജോലി നോക്കുന്നുണ്ട്, പക്ഷെ ജോലിയൊന്നും സെറ്റാവുന്നില്ല. ഇപ്പോൾ യൂട്യൂബ് വീഡിയോസ് ഇടുന്നുണ്ട്, പെട്ടെന്നല്ല വ്യൂസ് കയറുന്നത്. ഇപ്പോൾ ഷോർട്സിന് 100 വ്യൂസും ബാക്കിയുള്ളതിനൊക്കെ എത്രയാ, വളരെ കുറച്ച് വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടൊരു ഉള്ളിലൊരു പേടി തന്നെയാണ്. നമ്മൾ ഇനി യൂട്യൂബിൽ പച്ച പിടിച്ച് നമ്മുടെ ഫാമിലിനെ നോക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞാൽ പോസിബിൾ അല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അതിന് ടൈം എടുക്കും. നമ്മൾ ആ കൺസിസ്റ്റൻസിയിൽ വീഡിയോ ഇട്ട് പോകണം, നമ്മളെ വ്യൂവർഷിപ്പ് കൂടണം, നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടണം, മോണിറ്റൈസേഷൻ നടക്കണം. ഒരു ഒരു പ്രോസസ്സ് എന്തായാലും ഉണ്ട്. ഇതേപോലെ ഞാൻ ഒരു ജോലി കിട്ടിയാൽ പോലും, പക്ഷെ എനിക്ക് ജോലി കിട്ടുന്നില്ല. അതൊരു പോയിന്റാണ്. കാരണം ഞാൻ എന്തായാലും ഒരു ജോലി നോക്കുന്നുണ്ട്, ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു ജോലി നമുക്ക് ചെയ്യാൻ പറ്റണം, പക്ഷെ ആ ജോലിയും കിട്ടുന്നില്ല. അപ്പോൾ ഈ പേടി ഉള്ളിൽ വരുന്നുണ്ട്. കാരണം നമുക്കറിയില്ല ഇനി ഭാവി എന്താ. നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ എന്താ പറയുക, റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ നമ്മളിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. ഇതേപോലെ തന്നെയാണ് പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ ഓരോരോ ഘട്ടങ്ങളിലെത്തുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ പേടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു പേടി എന്ന് പറയുന്നത് ഒരു സാധാരണ ഫാക്ടറാണ്. അതെല്ലാവർക്കും വരും, അത് വരണം. കാരണം നമ്മൾ അടുത്തൊരു ഡിസിഷൻ എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു 100 വട്ടം ചിന്തിക്കണം എന്ന് പറയില്ലേ, ആ ഒരു കാര്യം ചെയ്യാൻ പേടി എന്നുള്ളൊരു ഫാക്ടർ നല്ലതാണ്. ആ പേടിയാണ് നമ്മളെ പല കാര്യങ്ങളിലേക്കും ചിന്തിച്ച് തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതിരിക്കാൻ സഹായിക്കുന്നത്. പക്ഷെ പേടിച്ച് തന്നെ ഇരിക്കാൻ പറ്റുമോ? കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല. ഈ 100 എന്നുള്ളത് ചിലപ്പോൾ 150ഉം 200ആവും ചിന്തയുടെ കാര്യം. ഇതിങ്ങനെ ചിന്തിച്ച് 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 അവസാനം നമ്മൾ എവിടെ എത്തില്ല. അപ്പോൾ ഈ പേടി എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മളൊരു അടുത്ത മേഖലയോ അല്ലെങ്കിൽ അടുത്ത എന്ത് കാര്യമാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വലിയ വലിയ ആൾക്കാർ പോലും ഈ പേടിയെ ഓവർകം ചെയ്തുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ലെജൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ പേടി എന്ന ഫാക്ടർ ഉണ്ട്, അതുണ്ടാവും വേണം. കാരണം അത് നമ്മുടെ ലൈഫിലുള്ളത് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറേ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. ദോഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ പേടി കൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ ഒരു മൊമെൻ്റ് എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തോന്നണം, അല്ല ഇത് തന്നെയാണ്. അതിന് നമ്മൾ കൃത്യമായി സ്റ്റഡി ചെയ്യണം. കൃത്യമായി നമ്മൾ എന്താണോ ചെയ്യാൻ പോകുന്നത് ശരിയാണോ എന്നുള്ളത് അതിൻ്റെ എന്താ പറയുക, പ്രോസും കോൺസും ഒക്കെ നോക്കി വൃത്തിക്ക് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, പേടിയുടെ ഒരു ഇത് കുറയ്ക്കാൻ പറ്റും. സോ അതാണ് ഇന്നത്തെ വീഡിയോ. സോ പേടിക്കാതിരിക്കുക എന്നുപരി നമ്മളൊരു കാര്യത്തിന് ഇറങ്ങും മുമ്പ് 100 വട്ടം ചിന്തിക്കുക, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങൾ, പിന്നെ പെട്ടെന്ന് ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ നോക്കുക. ഇത് പ്രോസും കോൺസൊക്കെ നോക്കി കാരണം ഇത് കൂടുന്തോറും പേടിയുടെ അളവ് കൂടും. പിന്നെ നമ്മളത് ചെയ്യില്ല അതിനെക്കുറിച്ച്. സോ focus on the goal, just do it. That's all. Thank you.